മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പ്രഭാഷണ പരമ്പരകൾ കൊല്ലം ജില്ലയിലും ആലപ്പുഴയിലും തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലും വളരെ ധന്യമായിട്ടുള്ള അനുഭവങ്ങൾ പകർന്നുകൊണ്ട് എല്ലാ പൊരിവെയിലത്തും വർക്കിംഗ് ഡേയിലും ആയിരക്കണക്കിന് ആൾക്കാർ പ്രഭാഷണങ്ങൾ കേൾക്കാൻ വന്നിരുന്നു. അതിൽ ഓരോ പ്രഭാഷണവും ഓരോന്നും അതിൻ്റേതായിട്ടുള്ള അനുഭവങ്ങളും അനുഭൂതികളും ഞങ്ങൾക്ക് എല്ലാവർക്കും പകർന്നു, അവർക്കും പകർന്നു തന്നിരുന്നു. ഓച്ചിറയ്ക്കടുത്ത് വലിയ കുളങ്ങര ക്ഷേത്രത്തിൽ ഒരു ക്ലാസ് രാവിലെ 11 മണിക്ക് കൃത്യം ആരംഭിച്ചു. 12-12:30 നമ്മുടെ പൈതൃകത്തിലെ ഓരോ കാര്യങ്ങളും വിവരിച്ചു കൊടുത്തു. നമ്മുടെ ധർമ്മത്തിൻ്റെ മഹത്വം വിവരിച്ചു കൊടുത്തു. മറ്റ് ധർമ്മങ്ങളും നമ്മുടെ ധർമ്മവും തമ്മിൽ, ഹിന്ദു ധർമ്മവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അവരോട് തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് വേദം വായിക്കാൻ പഠിക്കാൻ താല്പര്യമുണ്ടോ? വേദം വായിക്കാൻ താല്പര്യമുണ്ടോ? അതിൻ്റെ സ്വരം പഠിക്കാൻ. അത്ഭുതകരമായ ഒരു അനുഭവം ഉണ്ടായത്, എല്ലാ സ്ത്രീകളും, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും, അനവധി യുവാക്കളും, ഞായറാഴ്ച ആയതുകൊണ്ട് അനവധി ചെറുപ്പക്കാർ സ്കൂളും കോളേജും ഇല്ലാത്ത ദിവസമായതുകൊണ്ട് ഇവരെല്ലാവരും വേദം എങ്ങനെയാണ് വായിക്കേണ്ടത്, അതിൻ്റെ സ്വരം എങ്ങനെയാണ് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം പഠിച്ചു. 1.5 മണി വരെ ഇവരുടെ മുഖത്തിലും അവരുടെ മനസ്സിലും ഉണ്ടായ ആ മാറ്റം അവാച്യമായിരുന്നു. സത്യത്തിൽ ഓരോ പ്രാവശ്യവും വലിയ കുളങ്ങരയിൽ കഴിഞ്ഞ 3-4 വർഷമായിട്ട് പോകുമ്പോഴത്തേക്കുള്ള മാറ്റം പ്രത്യേകിച്ച് കാണാം. വൈകുന്നേരം ആലപ്പുഴയിൽ ആലുശ്ശേരി എന്നൊരു അമ്പലമായിരുന്നു. അങ്ങനെ ഒരു അമ്പലം ആലപ്പുഴയിൽ കളക്ട്രേറ്റിൻ്റെ അടുത്തായിട്ട് പോലും പലരും കേട്ടിട്ടില്ല. അതിഗംഭീരമായിട്ടുള്ള പുതിയതായിട്ട് നവീകരിച്ച മുക്കുവരുടെ ധീവരസഭയുടെ അമ്പലമാണ്. അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ട്. അമ്പലത്തിലെ ഭരണസമിതിയിൽ ചുറ്റുപാടും 90% മുസ്ലിങ്ങളാണ്. ഒരു സംശയം വരെയും പലരും പറഞ്ഞിരുന്നു, അവിടെ ആരെങ്കിലും ഉണ്ടാവുമോ പ്രഭാഷണം കേൾക്കാൻ? അത്രയും മുസ്ലിങ്ങൾ തിക്കായിട്ട് താമസിക്കുന്ന സ്ഥലമാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞു. ഏതായാലും ഞങ്ങൾ കറക്റ്റ് 7 മണിക്ക് അവിടെ പ്രഭാഷണം തുടങ്ങി. ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തുള്ള ഒരനുഭവമായിരുന്നു ആലുശ്ശേരി അമ്പലത്തിൽ. എല്ലാ വ്യക്തികളുടെ ജീവിതത്തെക്കുറിച്ചും, മനസ്സിനെക്കുറിച്ചും, ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും, കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും, സാംസ്കാരിക മൂല്യങ്ങളെക്കുറിച്ചും, സമൂഹത്തെക്കുറിച്ചും എല്ലാം വിവരിച്ചു. മുമ്പിൽ 200-300 പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. വലിയൊരു ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിൽ പകുതിയിൽ കൂടുതൽ ആൾക്കാർ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. വലിയൊരു ഗ്രൗണ്ട്, 10,500-2,000 പേര്. അതിൽ 70-80% മുസ്ലിങ്ങളായിരുന്നു, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ. ഒരു ശബ്ദത്തിൻ്റെ തരി പോലും ഇല്ലാതെ 1.25 മണിക്കൂർ നീണ്ടു നിന്ന ആ പ്രഭാഷണം അവരെല്ലാം കേട്ട് ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഒത്തിരി മുസ്ലിം സ്ത്രീകൾ തൊഴുകയോടെ നിൽക്കുന്ന ഒരു കാഴ്ച. മുമ്പിലിരിക്കുന്നവർ ജനറലി ഹിന്ദുക്കളായിരുന്നു. ഗ്രൗണ്ടിൽ ആരാണെന്നുള്ളത് പ്രഭാഷണം നടത്തുന്ന വേളയിൽ കാണാൻ സാധിച്ചില്ല. എല്ലാം കഴിഞ്ഞ് ഇറങ്ങി പുറത്തേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. എന്നിട്ട് കുറേ മുസ്ലിങ്ങൾ വന്ന് പറയുന്നുണ്ടായിരുന്നു, സാറേ ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടത്.
ഞങ്ങളുടെ വീട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് സാറ് പറഞ്ഞത്. ഹിന്ദുക്കളുടെ വീട്ടിലുള്ള അതേ പ്രശ്നങ്ങൾ തന്നെയാണ് എല്ലാവരുടെയും വീട്ടിലുള്ളത്. എന്നിട്ട് കുറേ സ്ത്രീകൾ ചോദിക്കുകയുണ്ടായിരുന്നു, ഞങ്ങൾ പള്ളിയിലേക്ക് വിളിച്ചാൽ സാറ് വരുമോ? എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല ഇങ്ങനെ ഒരു തരത്തിലുള്ള റെസ്പോൺസ് ഉണ്ടാവുമെന്ന്. നല്ലൊരു അനുഭവമായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഏത് സ്ഥലത്തേക്കും വരാൻ തയ്യാറാണ്. അമ്പലത്തിലേക്കോ പള്ളിയിലേക്കോ മസ്ജിദിലേക്കോ മദ്രസയിലേക്കോ സ്കൂളിലേക്കോ എവിടെയും വരാൻ തയ്യാറാണ്. പറയാനുള്ളത് സ്വതന്ത്രമായിട്ട് പറയാനുള്ള അവകാശം ഉണ്ടെങ്കിൽ വരാൻ തയ്യാറാണ്, ഇല്ലെങ്കിൽ വരില്ല. മുമ്പിലിരിക്കുന്നവരുടെ കയ്യടി കിട്ടാനും മുമ്പിലിരിക്കുന്നവരെ സുഖിപ്പിക്കാനും മുമ്പിലിരിക്കുന്നവരെ സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ട് പറയാൻ എനിക്ക് സാധിക്കില്ല. ഞാനത് ചെയ്യുകയില്ല. വസ്തുതകളായിട്ടും അത് ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും അവർ ചെയ്യുന്ന നന്മകൾ പറയുന്നതിനോടൊപ്പം തിന്മകളും പറയാറുണ്ട്. ഇവിടെയും ആലുശ്ശേരി അമ്പലത്തിലും നമ്മളുടെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളുമാണ് ആദ്യത്തെ 20 മിനിറ്റ് പറഞ്ഞത്. വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അമ്പലത്തിലെ വെടിക്കെട്ടിനെതിരെ പറഞ്ഞിരുന്നു, ആനകൾക്കെതിരെ പറഞ്ഞിരുന്നു, അതേപോലെ വലംപിരി ശംഖ് വയ്ക്കുന്നതിനെക്കുറിച്ചും വേണ്ടതിനും വേണ്ടാത്തതിനും പ്രശ്നം വയ്ക്കുന്നതിനെക്കുറിച്ചും അന്ധമായിട്ട് ജ്യോതിഷത്തിലൂടെ പോകുന്നതിനെക്കുറിച്ചും അങ്ങനെ കുറേ കാര്യങ്ങൾ. സ്ത്രീകൾ മന്ത്രം ചൊല്ലരുത്, ബ്രാഹ്മണരെ വേദം വായിക്കാവൂ, ഇങ്ങനെയുള്ളതൊന്നും നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗമല്ല. ഇടക്കാലത്ത് ആരെല്ലാമോ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയായിരുന്നു ക്ലാസ് തുടങ്ങിയത്. ഞാൻ ആ മുസ്ലിങ്ങളോടും പറഞ്ഞു, നിങ്ങളത് കേട്ടതാണ്, അതുപോലെ പറയാനുള്ളതെല്ലാം പറയും. പക്ഷേ അവിടെ നിന്ന് ചായയോ കാപ്പിയോ വെള്ളമോ ഒന്നും കുടിക്കില്ല, അത് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വരാൻ തയ്യാറാണ്, ഒരു കുഴപ്പവും ഇല്ല എന്ന് അവരോട് പറഞ്ഞു. കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളത് കഴിഞ്ഞ് തൃശ്ശൂരിലേക്ക് രാത്രി 10 മണിക്ക് യാത്ര പുറപ്പെട്ടപ്പോൾ ആ വണ്ടിയുടെ 2 സൈഡിലും നിൽക്കുന്ന അനവധി ഹിന്ദുക്കളും കുറേ അധികം മുസ്ലിങ്ങളും, ഇവരെ തമ്മിൽ തിരിച്ചറിഞ്ഞത് അവരിട്ടിരിക്കുന്ന ഡ്രസ്സിൽ നിന്നാണ് മുസ്ലിങ്ങൾ എന്നറിഞ്ഞത്. ഇല്ലെങ്കിൽ മുസ്ലിങ്ങളെന്നോ ഹിന്ദുക്കളെന്നോ ഒന്നും തിരിച്ചറിയാൻ സാധിക്കില്ല. അവര് തൊഴുകയോടെ യാത്രയാക്കുന്ന അനുഭവവും ഈ ഞായറാഴ്ച വൈകുന്നേരം ആലുശ്ശേരിയിൽ നിന്ന് ആലപ്പുഴയിലേക്കും തിരുവനന്തപുരത്തേക്കും തൃശ്ശൂരിലേക്കും പോയപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ഇത് ഇവിടെ പറയാൻ കാരണം നമ്മുടെ നാടിൻ്റെ പൈതൃകത്തിലെ തിന്മകളായിട്ട് വിവരിച്ചത് മാറ്റണമെന്നും നന്മകൾ നമ്മുടെ എല്ലാവരുടേതുമാണെന്നും അടിവരയിട്ട് പറയുമ്പോൾ അതെല്ലാം സ്വീകരിക്കാൻ ആൾക്കാരുണ്ട്. പലപ്പോഴും രാഷ്ട്രീയക്കാര് അല്ലെങ്കിൽ ഭരണത്തിന് വേണ്ടി കൊതിക്കുന്ന വോട്ട് ബാങ്ക് സൃഷ്ടിക്കുന്നവര് അവരെല്ലാമാണ് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യിക്കുന്നത്. മുസ്ലിങ്ങളുടെ തെറ്റ് പറഞ്ഞതുകൊണ്ടോ ക്രിസ്ത്യാനികളുടെ തെറ്റ് പറഞ്ഞതുകൊണ്ടോ ഹിന്ദുക്കളുടെ തെറ്റ് പറഞ്ഞതുകൊണ്ടോ 3 പേരുടെയും ശരികൾ പറഞ്ഞതുകൊണ്ടോ ഒന്നും ഇവിടെ ഒരു മത വിപ്ലവമോ അല്ലെങ്കിൽ വർഗീയ ലഹളയോ ഒന്നും ഉണ്ടാവില്ല. ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് ചിലതൊക്കെ ചെയ്യുമ്പോഴാണ്, മത തീവ്രവാദം ഇല്ലാതെയാക്കാൻ എന്ന പേരിൽ അത് തന്നെ അവർ കൊട്ടിഘോഷിച്ചിട്ട് ചെയ്യുമ്പോഴാണ് ന്യൂനപക്ഷത്തിൻ്റെ പേരിൽ അർഹിച്ചതും അർഹിക്കാത്തതുമെല്ലാം വാരിക്കോരി കൊടുക്കുകയും ന്യൂനപക്ഷ വേദിയിൽ ഹിന്ദുക്കളെ അവഹേളിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നുകൂടി നമ്മൾ കൃത്യമായിട്ട് ആലുശ്ശേരിയിൽ പറയുകയുണ്ടായി. പ്രത്യേകിച്ച് ധാരാളം മാർക്സിസ്റ്റ് പാർട്ടിക്കാരുണ്ടെന്ന് നേരത്തെ അറിയിച്ച അവിടെ തന്നെ നമ്മുടെ ജി സുധാകരൻ പറഞ്ഞതും അതുപോലെ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതും നമ്മുടെ ഹിന്ദു ധർമ്മത്തിനെതിരെ ഓരോ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം അക്കമിട്ട് പറഞ്ഞിട്ടാണ് പ്രഭാഷണം അവസാനിപ്പിച്ചത്. നല്ലൊരു അനുഭവമായിരുന്നു. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. പ്രണാമം, നമസ്കാരം.